ഞങ്ങളുടെ ഈ പറയുന്ന ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ ഷോയിൽ വന്നതിന് ശേഷം മാത്രമായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ഷോയ്ക്ക് വന്നില്ലായിരുന്നെങ്കിൽ താങ്കൾക്ക് ഒരു കാലത്തും പോസിറ്റീവ് കമന്റ് കിട്ടാൻ പോകുന്നില്ലെന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ എതിർക്കും. വീണ്ടും നിങ്ങളോ? ഒരു പരിധി വരെ എതിർക്കത്തില്ല. കാരണം എന്താ വെച്ചാൽ ആ ഒരു ഹോട്ട് സീറ്റ് ആണല്ലോ എനിക്ക് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് ആക്കി തീർത്തത്. കഴിവിന്റെ മാനദണ്ഡത്തിൽ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ഏതെങ്കിലും ഒക്കെ ചാനലിൽ വന്നിരുന്ന് ഇങ്ങനെ ഷോ കാണിച്ചാൽ മാത്രമേ താങ്കൾക്ക് പോസിറ്റിവിറ്റി കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ കഴിവുകൊണ്ടല്ല ഈ 3 റീൽസ് ഇപ്പോ ലാക്സ് മില്യൺസ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ആങ്കറിന്റെ കഴിവുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞാൽ എതിർക്കുമോ? അത് എതിർക്കും. കോൺഫിഡന്റ് ആയി ഞാൻ അഭിനയിക്കുന്നത്. അത് 1, 2, 3 ദിവസം കൊണ്ട് താങ്കൾ അങ്ങനെയൊക്കെ മാറും. ഇതിന് ഓന്തോ ഭയങ്കര വിറ്റാണ്. ഇതൊന്നും അല്ല സത്യത്തിൽ. നമ്മൾ നമ്മുടെ മുമ്പിൽ ഒരു ഗസ്റ്റ് ഒക്കെ ചിരിക്കുമ്പോൾ നമ്മൾ ഓർക്കും നമ്മളുടെ പറയുന്നത് ഒരു ഇഷ്ടം കൊണ്ടാണ്. പക്ഷെ താങ്കളുടെ ഒരു ചിരിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്നെ പിന്നെയും ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുകയാണ്. നെഗറ്റീവ് മനസ്സിലാക്കി കളഞ്ഞല്ല. താങ്കൾ അഭിനയിക്കുന്നു, ഇപ്പൊ ഒരു പ്രണയം അഭിനയിക്കുന്നു. അത് ജനങ്ങൾക്ക് കണ്ണിൽ കാണുമ്പോ തോന്നണമല്ലോ അത് പ്രണയമായിട്ട് തോന്നുന്നുണ്ട്. അതെയോ? അതെന്തുകൊണ്ടാണെന്നറിയാം. അത് എന്തുകൊണ്ടാന്ന് രേണുവിന് അറിയാം. ശാരികയാണ്. അതുകൊണ്ടാണ് താങ്കളെ ആൾക്കാർ അംഗീകരിക്കുന്നത്. സുധിച്ചേട്ടനെ വിറ്റ് രേണു കോടികൾ ഉണ്ടാക്കി. മറ്റേ ചോദ്യം ചോദിക്കില്ല. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ വെച്ച് മാർക്കറ്റ് ചെയ്യില്ലേ താങ്കൾ? അതിലൊരു പകൽ പോലെ ആര് പൈസ തരുന്നു? അദ്ദേഹത്തെ വിറ്റിട്ട് ആര് പൈസ? ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ല. സുധിയെ വിറ്റ്, അതായത് താങ്കളുടെ മരിച്ചുപോയ ഭർത്താവിനെ മാർക്കറ്റിംഗ് ഒരു ലേബൽ ആക്കിക്കൊണ്ട് താങ്കൾ അത് അറിഞ്ഞോ അറിയാതെ താങ്കൾ അത് ഉപയോഗിക്കുന്നില്ലേ? ഇല്ല. ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാശ് ഇങ്ങോട്ട് കിട്ടണം. നമ്മളൊരു സാധനം പ്രോഡക്റ്റ് വിറ്റെങ്കിൽ അതിന്റെ കാശ് ഇങ്ങോട്ട് കിട്ടണം. എന്റെ അക്കൗണ്ടിൽ എനിക്ക് അങ്ങനെ സുധിച്ചേട്ടനെ വിറ്റിട്ട് കാശ് കിട്ടിയതായിട്ട് എനിക്ക് എന്റെ അക്കൗണ്ടിൽ ഇന്ന് വരെ അങ്ങനെ ഒരു കാശ് വന്നിട്ടില്ല. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി.